ലുഫിസോനലുഫൈൻ ഇസ്രാഹാമേലാ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ അനുഗ്രഹം
മാലാഖമാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായി പാർക്കുമോ. ലോകത്തിന്റെ അവകാശിയാകുമെന്ന വാഗ്ദത്തം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ലഭിച്ചത് ന്യായപ്രമാണത്തിലൂടെയല്ല, വിശ്വാസത്തിന്റെ നീതിയിലൂടെയാണ്. ന്യായപ്രമാണത്തെ ആശ്രയിക്കുന്നവർക്കാണ് അവകാശമെങ്കിൽ വിശ്വാസം അർത്ഥശൂന്യവും വാഗ്ദത്തം നിഷ്ഫലവുമായി തീരും. എന്തുകൊണ്ടെന്നാൽ ന്യായപ്രമാണം കോപത്തിന് ഹേതുവാകുന്നു. ന്യായപ്രമാണമില്ലാത്തയിടത്ത് ലംഘനവുമില്ല. അതിനാൽ വാഗ്ദത്തം നൽകപ്പെട്ടത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ഒരു ദാനമായിരിക്കുന്നതിനും അങ്ങനെ അബ്രഹാമിന്റെ എല്ലാ സന്തതിക്കും, ന്യായപ്രമാണത്തിൽ നിന്നുള്ള സന്തതിക്ക് മാത്രമല്ല വിശ്വാസത്തിൽ നിന്നുള്ള സന്തതിക്കും ഉറപ്പുള്ളതായിരിക്കുന്നതിനും വേണ്ടി അത്രേ അവൻ നാം എല്ലാവരുടെയും പിതാവാകുന്നു. അനേകം ജനതകളുടെ പിതാവായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മൃതന്മാർക്ക് ജീവനും അസ്തിത്വമില്ലാത്തവയ്ക്ക് അസ്തിത്വവും നൽകുന്നവന്റെ മുമ്പിൽ അവൻ വിശ്വാസം സമർപ്പിച്ചു. ആ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഈ വാഗ്ദത്തം ബലമുള്ളതായിരുന്നു. നിന്റെ സന്തതി പ്രകാരമായിരിക്കുമെന്ന് പറയപ്പെട്ടിരുന്നതനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതെ ഇരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. ആമീനാഹായി പാർക്കുമോ. ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. ബാറക്കിമോർ ശ്ലോമോ ആത്മാവിനോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. Gadison moranis misio swarsamhionis omelukosam sobrano dam sabrhaye frukon alvalmo വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷകനായ തന്നെ സ്തുതികളും നാം എല്ലാവരുടെയും മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Sunohokim dan dubnanusum marmalohan frogudanis misio melsul haydar gdesparsa memsul to gadis tomriam barkimor holidin hokanagawa വിശ്വസനങ്ങൾ ഏറ്റുപറയുന്നു. അപ്പോൾ സ്കറിയാമലാകിയോട് ചോദിച്ചു, ഞാൻ എങ്ങനെയാണ് ഇത് അറിയുന്നതെന്നാ? ഞാൻ വൃദ്ധനും എന്റെ ഭാര്യ പ്രയാദിക്കുമുള്ളവളുമാണല്ലോ. മാലാഖ് ഉത്തരമായിട്ട് അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. നിന്നോട് സംസാരിപ്പാനും ഈ കാര്യങ്ങൾ നിന്നെ അറിയിപ്പാനുമായി ഞാൻ അയക്കപ്പെട്ടതാകുന്നു. തക്കകാലത്ത് നിവൃത്തിയാകുവാനുള്ള എന്റെ വചനങ്ങൾ വിശ്വസിക്കാത്തതുകൊണ്ട് ഈ കാര്യങ്ങൾ സംഭവിക്കുന്ന നാൾ വരെ നീ സംസാരിപ്പാൻ കഴിവില്ലാതെ ഊമനായി തീരുമെന്ന് പറഞ്ഞു. ജനങ്ങൾ സ്കറിയായെ കാത്തു നിൽക്കുകയായിരുന്നു. ദേവാലയത്തിലുണ്ടായ അവന്റെ താമസത്തെക്കുറിച്ച് അവൻ അത്ഭുതപ്പെടുകയും ചെയ്തു. അവൻ പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിപ്പാൻ കഴിഞ്ഞില്ല. അതിനാൽ അവന് ദേവാലയത്തിൽ വെച്ച് ദർശനമുണ്ടായെന്ന് അവർ ഗ്രഹിച്ചു. അവൻ അവർക്ക് ആംഗ്യം കാണിച്ചുകൊണ്ട് ഊമനായി പാർക്കുകയും ചെയ്തു.
അവൻ നിന്റെ ശുശ്രൂഷാകാലം കഴിഞ്ഞപ്പോൾ സ്വഭവനത്തിലേക്ക് പോയി. ആ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യയായ എലിശബ ഗർഭിണിയായി തീർന്നു. 5 മാസം അവളിനൊളിവിൽ കഴിഞ്ഞു. ജനങ്ങളുടെ ഇടയിൽ എന്നെ കുറിച്ചുള്ള നിന്ന നീക്കുവാനായിട്ട് കർത്താവ് എന്നെ കടാക്ഷിച്ച കാലത്ത് പ്രകാരം എന്നിൽ പ്രവർത്തിച്ചെന്ന് പറയുകയും ചെയ്യുന്നു. ബാർക്കുമോ സൈനോ ലക്കുൽക്കോ. നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും വീഴ്ചയും വാഞ്ഞുമുഖാത്ത നല്ല നിത്യവും നിത്യമിടപെടാതെ അർപ്പിക്കുവാനിടയങ്ങൾക്ക് യോഗ്യത നൽകണമേ. സ്വന്തം ശരീരത്തിന് താൻ തന്നെ പുരോഹിതനായി തീർന്ന നിർമ്മലവനെയും സ്നേഹപൂർവ്വം ശ്രീപാട് അഗ്രത്തിൽ സ്വയം ഇരിക്കുകയും തന്റെ പദം മൂലം സ്വജാതികളെയും വിജാതികളെയും രക്ഷിക്കുകയും ചെയ്ത അനുഗ്രഹീത കുഞ്ഞാടുമായ കർത്താവിന് ദൈവികമായ ഈ സ്തോത്രവിനി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആയുസ്സോട് കൂടിയുള്ള ദിവസങ്ങളൊക്കെയും സ്തുതി ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബിക്കുൽഹൂൻ യൗമോസുഹായ ഇന്നവൽവി. കാരുണ്യവാനായ കർത്താവിന്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട ആചാര്യന്റെ കൈകളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ കൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെ വായിച്ചു കളയണമേ. ഉത്തമനേ, ദേതോ നീ ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. എന്റെ കർത്താവേ, നിന്റെ മഹാകരുണയാ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും ഗുരുക്കന്മാരുടെയും അൽപ്പാന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ മൃതങ്ങളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെയും ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തെളിക്കണമേ. കർത്താവും മൗത്വനാഥനമായ മിശിഹാരാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരണമേ. ഞങ്ങളെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ.
ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി വായിച്ചു കളയണമേ. കർത്താവേ, കോപോടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തൊടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയമായ അന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്ക് നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹസ്സോ വലിയവനും മഹാകാരുണ്യവാനും സ്വർണ്ണമേറ്റുന്നവനുമായ ദൈവമേ, കാഴ്ചകളെ കൈക്കൊള്ളുന്നവനായ നീ നിന്റെ ജനകന് സ്വയം കാഴ്ചയായി വയ്ക്കുകയും ഞങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ നിയോഗിച്ച പിതാവിനോട് നിന്റെ കാഴ്ചയർപ്പണം മൂലം ഞങ്ങളെ സമീപിക്കുകയും ചെയ്തു. വന്യങ്ങളും ജീവപ്രദങ്ങളുമായ നിന്റെ രഹസ്യങ്ങളെ വിശുദ്ധിയോടെ സ്വീകരിക്കത്തക്കവണ്ണം കൃപാപൂർവ്വം ഞങ്ങളെ ആത്മാക്കളെയും ശരീരങ്ങളെയും വിശദീകരിക്കുവാൻ വേണ്ടി ഈ സമയത്ത് ഞാൻ നിങ്ങളിലേക്ക് നോക്കി അപേക്ഷിക്കുന്നു. നീ ഞങ്ങൾക്ക് വിമോചനവും വിമോചകനും വിശുദ്ധിയും ശുദ്ധീകരണം നൽകുന്നവനുമായിരിക്കണമേ. കർത്താവേ, നീ തിരുവിഷ്ടപ്പെട്ട് ഭയങ്കരവും ബഹുമാന്യവുമായി ഇവന് വാഴ്ത്തപ്പെട്ടവനായ അതിന്റെ പിതാവിന്റെയും വിശുദ്ധാത്മാവിന്റെയും കൃപ മൂലം തിരുസന്നിധിയിൽ ഇപ്പോഴും എപ്പോഴും ഞങ്ങളെ രക്ഷിക്കുന്നുണ്ടേ. ശരണത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ചവരായ ഞങ്ങളുടെ പിതാക്കന്മാരുടെയും സഹോദരന്മാരുടെയും പ്രഭുക്കന്മാരുടെയും സംരക്ഷ പര്യാപ്തമായി വഹിക്കണമേ. ശുശ്രൂഷ കൈക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. Abo Kadisho Kadis Bro Kadisho Kadis Ruho Gayo Kadisho Nam Kadis Rivermod Gatoyo Udigoy Sraga Manashosa Nanashoso Dabogaindagan Udrabona Malfona Anida with Kulgonani the Gaimi Eldadito Dino Kadisto Sabato Utraigon Malvona ദിവ്യജ്ഞാന ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണം നിന്ന് ബഹുമാനപ്പെട്ട ആചാര്യന്റെ പ്രാർത്ഥന ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കു മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോടൊന്നായിരിക്കുന്നവനും താൻ മുഖാന്തരമായി സകലവും നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായി പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്നും ശരീരയായി തീർന്ന മനുഷ്യനായി
പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെ മരിച്ചുപോയവരെയും വിധിപ്പാൻ തന്റെ വലിയ മൗത്വത്തോടെ വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവരുമായ യേശുമിശിഹായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്നേഹിതന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായനും കാതോലികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. സ്നേഹമൈക്ക് പരിപൂർണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനെ നിന്റെ പരിശുദ്ധനുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ ഈ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, നിന്റെ തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു.
കർത്താവേ, നിന്റെ പരിശുദ്ധ മുമ്പാകെ തലകുനിച്ച് നിൽക്കുന്ന നിന്റെ ദാസർക്ക് നിന്റെ ദൈവികമായ കൃപയുടെ ആവാസം നൽകുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധനുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹശോ കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിമുഖാന്തരം സകല അശുദ്ധ വിചാരങ്ങളെ ഞങ്ങൾ നീക്കണമേ. ഇതിനാ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധനുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും പ്രത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടി നിന്ന് ബഹുമാനപ്പെട്ട ആചാര്യകളാൽ നമ്മൾ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയെ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിന്റെ മുഴുവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അടയ്ക്കുന്നു. അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സമന്തോഭാവാസ്വന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിശിയാതെ വരാനിരിക്കുന്ന മേൽപ്പെട്ട മഹോന്നത സ്ഥാനത്തായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കിൽ ഇരിക്കുന്നു. ഭയഭക്തിയോടെ നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, പരിശുദ്ധ മാലാഖമാരോടും പ്രധാന മാലാഖമാരുടെ ഗണങ്ങളോടും ഒരുമിച്ച് സ്തുതിവചനങ്ങൾ കീർത്തിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആദീശ് പാടി ഉച്ചത്തിനെ ബോധപ്പെടുത്തുന്നു. പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെടാനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ താൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിപ്പാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിന്റെ ജീവനെ രക്ഷയ്ക്ക് വേണ്ടി താൻ ഏൽപ്പിക്കപ്പെട്ട രാത്രിയിൽ പരിശുദ്ധവും കളങ്ങിരിക്കുന്ന നിർമ്മലവുമായ തൃക്കൈകളിൽ ഒപ്പമെടുത്ത് പിതാവാ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്ത ശേഷം വാഴ്ത്തി വിശദീകരിച്ച് മുറിച്ച് പരിശുദ്ധ ശ്രീമാരാധന ശിഷ്യന്മാർക്ക് നൽകിക്കണ്ടവരോട് അരുളി ചെയ്തു, ഇത് വാങ്ങി വിശുദ്ധ നിങ്ങൾക്ക് വേണ്ടി അവനേർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനും വേണ്ടി നൽകപ്പെടുകയും ചെയ്തതിന്റെ ശരീരമാകുന്നു. വൽഗായേ ദൽവോലം വൽമീ. ഇപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം വീഞ്ഞും വെള്ളവും ചേർത്ത് നിർത്തിയ കാസായം സ്തോത്രം ചെയ്ത് വാഴ്ത്തി വിശദീകരിച്ച്
നോക്കാതെ പരിശുദ്ധ ശ്രീമാരാജന്റെ ശിശുമാർക്ക് നൽകിക്കൊണ്ടവരോട് കരുണ ചെയ്തു. നിങ്ങളെല്ലാവരും വാങ്ങി പാനം ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും കിരീപ്പെടുന്നതും പാപമോചനത്തിനും നിത്യജീവന് വേണ്ടി നൽകപ്പെടുന്നതുമായ പുതിയ നിയമത്തിന്റെ രക്തമാകുന്നു. വൽഹായേ ദൽവോലം വൽമേ. ഈ രഹസ്യത്തെ നിങ്ങൾ സംബന്ധിച്ച് ഞാൻ വരുന്നതുവരെ എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും നിങ്ങൾ അനുസരിച്ചുകൊണ്ട് എന്നെ ഓർമ്മയ്ക്ക് വേണ്ടി പ്രകാരം ചെയ്യുവിൻ. അതാമോ ദോസേന. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുകയും നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെയും മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ രക്ഷാകരമായ പരിചയ ശുശ്രൂഷ മുഴുവനായും എല്ലാവർക്കും അവനവന്റെ പ്രവൃത്തികൾക്ക് അനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന ബ്രഹ്മജനകമായ നിന്റെ പുനരാഗമനത്തെയും അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോട് നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപം ഉപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധരൂഹ സ്വർഗീയ മഹോന്നതങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും. ഞങ്ങളെല്ലാവരോടും കൂടി സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടാകണമേ. കർത്താവേനോട് ഉത്തരമരുളണമേ. കർത്താവേനോട് ഉത്തരമരുളണമേ. കർത്താവേ, അടിയങ്ങളോട് ഉത്തരമരുളി ചെയ്ത് ദൈവതോ നീ അടിയങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പരിശുദ്ധമായ അപ്പത്തെ ആശീർവദിച്ച് ഇതിനെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമായി വ്യത്യാസപ്പെടുത്തുമാറാകണമേ. ഈ ഗോസായിനെ കലർപ്പിനെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമായിട്ടും പൂർത്തീകരിക്കുമാറാകണമേ. ശരീരം അനുഭവിക്കുന്നത് മൂലം ഇവ ഞങ്ങളുടെ ആത്മാശരീരങ്ങളെ പരിശുദ്ധമാക്കി തീർക്കണമേ. ഞങ്ങൾ നിത്യജീവന് അർഹരായി വഹിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധനുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ ഇന്നും ഈ ആയുഷ്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്നു 4 ഭാഗങ്ങളിലും എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമാകുന്ന യേശുമിശിഹായുടെ കരുണ എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നുമെന്നാളും ഉണ്ടായിരിക്കട്ടെ.
ഘോഷത്തോടും മോദത്തോടും ആഗതനായി സ്ഥിതി ചെയ്യുന്നു. ഘോഷത്തോടും മോദത്തോടും ആഗതനായി സ്ഥിതി ചെയ്യുന്നു. വത്സലരീവാ വിസ്മിതരാവിൽ മണവാളൻ ആബലിയായി നമ്മളോടൊപ്പം അതിഥികളായോ തനുരുധിരങ്ങൾ കൈക്കൊള്ളുന്നു. നമ്മളോടൊപ്പം അതിഥികളായോ തനുരുധിരങ്ങൾ കൈക്കൊള്ളുന്നു. തനുവിൽ റൂഹ തീക്കാസായിലും നിവസിക്കുന്നു വീക്ഷിപ്പിൻ. നമ്മുടെ നാഥൻ വാഴ്ത്തപ്പെടുന്നു. ഈ തീയെ തള്ളിയിടലേ. നമ്മുടെ നാഥൻ വാഴ്ത്തപ്പെടുന്നു. ഈ തീയെ തള്ളിയിടലേ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കരുണ്യവാനായ പിതാവാം ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളുടെ വായ്കളും മധുരങ്ങളും തുറക്കുകയും ഞങ്ങളെല്ലാവരുടെയും ആത്മാശരീരങ്ങളെ വിശദീകരിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെ മനസ്സുകളെയും വെടിപ്പാക്കുകയും ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, ഇപ്പോൾ ഞങ്ങളുടെ ബലഹീനതയ്ക്ക് സഹായം തുണിയും പരീക്ഷയുടെ കാവൽക്കാരനും രക്ഷകനുമായിരിക്കണമേ. എന്തെന്നാ രാജ്യവും ശക്തിയും മഹത്വവും ഇപ്പോഴും എപ്പോഴും നിന്റെ ഒത്തിരി പരിശുദ്ധമായുടെയുമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അവിടുത്തെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. അണയ്ക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുൻപ് വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവേ, നിന്റെ തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ ദൃശ്യമായ വലത് നീട്ടി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. പാപത്തിന്റെ സകല പൈശാചിക ഫലങ്ങൾ ഞങ്ങളെ നിർമ്മലരാക്കി തീർത്ത് നിന്റെ ഏകപുത്രന്റെ ശരീരത്തിനോടിപ്പോടെ സംബന്ധിക്കുവാൻ ഞങ്ങൾക്കിടയാക്കുകയും ചെയ്യണമേ. അവൻ മുഖാന്തരം അവനോടുകൂടെ
നിനക്ക് നിന്റെ പരിശുദ്ധനുമായും സ്തുതി ബഹുമാനവും ഇപ്പോഴും എപ്പോഴും നീക്ക് യോഗ്യമാകുന്നു. ഓശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധമാനിയോ സൃഷ്ടിയല്ലാത്ത സ്വയംഭവം അനാഥന്യമന്യോ സരാംചിത്രനായിരിക്കുന്നതുമായ തൃത്വത്തിന്റെ കൃപയും കരുണയും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും വിറയലോടും കൂടി നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. വിശുദ്ധതകൾ വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകരൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ ലോകത്ത് രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുണ്ടാകുവാനുള്ളതുമായ സകലത്തെ പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധനുമായും നമ്മോടുകൂടി കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. തിരുസുതരായി വരുവാൻ നമ്മെ അവരുള്ളപ്പോൾ പഠിപ്പിച്ച താരൻ മാറിയോർക്കിടും പ്രാർത്ഥന കുർബാനകളെല്ലാം അഴിവില്ലാത്തൊരു മോക്ഷത്തിൽ
സവിത്രീ കന്യകമറിയാമേ ഉയരും നോയാളി സുഖപരിമളദൂകം ഓരാകെ തേടരുതേ മാതാവേ സുഹന ബോന ബ്രോവൻ റുഹോ കാദീശോ കാരുണ്യവാനായ കർത്താവേ, നിന്റെ കരുണയുടെ വാതി ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഞങ്ങളുടെ ശരണത്തിലാകുന്നു, ഞങ്ങൾ ലജ്ജിച്ചു പോകരുതേ. നീ പോലും ഞങ്ങൾ സർവ ദുഃഖങ്ങൾ പ്രാപിച്ചു വേണ്ടി ഉൾപ്പെടുമാറാകണമേ. ഞങ്ങളുടെ രക്ഷകന് വേണ്ടി എടുപ്പുകാരനും നീയാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ ശരണമാക്കിയിരിക്കുന്നതിനാ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് ശേഷം കോപിക്കുകയും വരുതേ. ഞങ്ങളുടെ രഹസ്യവും പരിചയമായ മാലിന്യങ്ങളെയും കുറവുകളെയും ഓർക്കുകയും വരുതെന്നാലോ നിനക്ക് സഹജമാക്കുന്ന പ്രകാരം കരുണയാലും മനോണത്താലും ഞങ്ങളെ ഓർത്തുകൊള്ളുകയും ശത്രുക്കളിൽ നിന്ന് വീണ്ടുകൊള്ളുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും നിന്റെ കൈകളുടെ പ്രവൃത്തിയുമാകുന്നുവല്ലോ. നിന്റെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടു മരിക്കുന്നു. നിന്റെ പ്രസവിച്ച മാതാവാകുന്ന പരിശുദ്ധ കന്യാമറിയാവിന് തിരുസന്നിധിയിൽ അപേക്ഷ സ്വാതന്ത്ര്യവും മുഖപ്രസന്നതയും ഉള്ളതുകൊണ്ട് ശുദ്ധിമതിയ മാതാവിന്റെ പ്രാർത്ഥനയാൽ ഉത്തമനായുള്ളവേ ഏതോ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. എല്ലാവരേക്കാളും വെടുപ്പും മൗത്വമുള്ള മാതാവെന്ന വിശുദ്ധ കന്യാമറിയാമേ, നിന്നെ യാതനായ മിശിഹായുടെ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുമാറാകണമേ. മാതാവേ, നിന്റെ അപേക്ഷയാ സ്ഥലപ്രയാസം വേണ്ടി ഉള്ളപ്പെടണമേ. ഞെരുക്കങ്ങൾ പ്രാപിക്കണമേ. കോപിച്ചിരിക്കുന്ന സമാധാനപ്പെടണമേ. ബന്ധനസ്ഥർ വിമുക്തരാകണമേ. അക്രമം അനുഭവിക്കുന്നവർ രക്ഷ പ്രാപിക്കണമേ. കടക്കാരുടെ കടം വീട്ടപ്പെടണമേ. സമീപസ്ഥർ കാത്തുകൊള്ളപ്പെടണമേ. വിദൂരസ്ഥ സമാധാനത്തോടെ തിരിച്ചുവരുമാറാകണമേ. പരീക്ഷയിലിരിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കണമേ. ബലഹീനർ ശക്തി പ്രാപിക്കണമേ. വൃദ്ധജനങ്ങൾ സഹായിക്കപ്പെടണമേ. യുവാക്കൾ പരിമാഗതിയുള്ളവരാകണമേ. സ്ത്രീകൾക്ക് സഹിഷ്ണുത ലഭിക്കേണ്ട ദാവികളെ കൈക്കൊള്ളണമേ. പുരോഹിതന്മാരും ശമാശന്മാരും എണ്മയുള്ളവരായി തീരണമേ. ദേറാക്കാരും ദേറാക്കാരികളും ശക്തി പ്രാപിക്കണമേ. പള്ളികളും ദേറാകളും ഉയർത്തിപ്പെടണമേ. ഞങ്ങളുടെ അപേക്ഷകളും പ്രാർത്ഥനകളും കുർബാനകളും നേർച്ചകളും ജാഗരണങ്ങളും കൈക്കൊള്ളപ്പെടണമേ. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും സ്വലപ്രമാണ ലംഘനങ്ങളും ക്ഷമിക്കപ്പെട്ട് പരിഹരിക്കപ്പെടണമേ. ശുദ്ധിമതിയെ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും രക്ഷയ്ക്ക് തോന്നുന്നത് സഹായിക്കുന്നതുമായവേ പ്രദാനം ചെയ്യുന്നത് നിന്റെ ഊത്തിനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് നഷ്ടം വരുത്തുമെന്നറിയുന്നവേ ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. ലോകമെങ്ങും നിന്റെ നിരപ്പ് സമാധാനവും വസിപ്പിക്കണമേ. തന്റെ ധന്യമായ ശ്രീപണ്ടായിരുന്നത് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കും. മാതാവേ, നിന്റെ മധ്യസ്ഥത മുഖാന്തരം അപേക്ഷയും കണ്ട് നേരും അർപ്പിക്കുന്നവർ ശുദ്ധീകരിക്കപ്പെടുകയും
അവരുടെ നല്ല യാതനകൾക്ക് മറുപടി ലഭിക്കുകയും ചെയ്യണം. അവിടെ മരിച്ചുപോയവരും വിശ്വാസികളായ സകലപരേതരം പാപരിഹാരം പ്രാപിക്കണമേ. അങ്ങനെ മാതാവേ, നിന്നോടും സകല പരിശുദ്ധന്മാരോടും ഒന്നിച്ച് പരിശുദ്ധ തൃത്വത്തിന് ഞങ്ങളിപ്പോഴും എല്ലാ സമയത്തും മുഖത്തും കരയേറ്റുമാറാകണമേ. നമുക്ക് 3 പ്രാവശ്യം കുറിയനായി സോരെന്ന് ഏറ്റുചൊല്ലാം. സമാധാനം. നിന്നോടുകൂടി സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകേ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. തമ്പുരാനെ പറ്റി അമ്മയുടെയും സ്വലപരിശുദ്ധമാരുടെയും വിശുദ്ധിമതികളുടെയും പ്രാർത്ഥനയാൽ സർവശക്തനായ ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും വാഴ്ത്തി പള്ളിപ്പെടുത്തുമാറാകട്ടെ. വളരും അവൻ ലബനോൻ കാരകിൽ വർദ്ധിക്കുന്നവർക്ക് തുഷ്ടി പുഷ്ടികളും മാറിക്കുമോ. പോലും ഭാഗ്യം നീബിയേർക്കും ഭാഗ്യം സ്നേഹർക്കും ഭാഗ്യം സഹദീർക്കും പുനരുദ്ധാനദിനി പാർക്കുമോ. കാംക്ഷിച്ചൊരു സഹദീ വാളചിറകുകൾ പോലുന്നത പദമേറി മൊറിയോരാകെ പ്രാർത്ഥിപ്പിൻ കർത്താവോടാൽ അടികളെയും തൻ കോപത്തിൻ വഴികളെയും ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും ഹാലേ ലൂയോ ഹാലേ ലൂയ. നിന്ന വിശിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം. പുത്രന്മാർ കാത്തിടുമെങ്കിൽ ശുചിയോട് സ്പർശിച്ചുള്ള പാദങ്ങൾ പോക്കുധ്യാനദ്വാരങ്ങൾ വാനവരത്തു വസിക്കണം. സ്തോമൻ
പരിഹാരത്തിനും പാപങ്ങളുടെ മോചനയുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ തിരുമുമ്പാകെയുള്ള പ്രസന്നതയ്ക്ക് വേണ്ടി വിലയേറിയതായ നിന്റെ തിരുശരീരത്തിൽ അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായ വലുതരം നീട്ടി വാഴ്ത്തുമാറാകണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമാകുന്ന യേശുമിശിഹാദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ചവയിൽ സമ്മതിച്ചുള്ളവർ സമ്മതിക്കുന്നവരുമായ എല്ലാവരുടെയും മേലും ഉണ്ടാകണമേ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. സ്തുതി. കർത്താവായ യേശുമിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ചതായ അവിടുത്തെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത് പുണ്യമുണ്ടാക്കുന്നതായ അവിടുത്തെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ കാരണമായി തീരരുതേ, എന്നാലോ ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കുമായി ഉപയോഗിക്കണമേ. ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അനുഭവിക്കുന്നവനായ ഞങ്ങൾ നിനക്ക് നന്ദി പറയുകയും നിന്റെ മനുഷ്യ സ്നേഹത്തെ വന്ദിക്കുകയും ചെയ്യുന്നു. നിനക്ക് നിന്റെ ഏകജാതനം പരിശുദ്ധർക്കും ഇപ്പോഴും എപ്പോഴും നീക്ക് ഞങ്ങൾ ഇടപെടാതെ സ്തുതിയേറ്റുകയും ചെയ്യുന്നു. ഹോശോ ഉകുലസ്വാൻ ലവൽമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ട ശേഷം വീണ്ടും കാരണവാനായ കർത്താവിന് മുൻപാകെ നാം തലവനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, നിന്റെ തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്ന വലിയവനും വിസ്മീനീയനുമായ ദൈവമേ, ഞങ്ങളതേ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾ നിന്റെ ജനകനായ പിതാവാ ദൈവത്തെ പരിശുദ്ധമായി സദാ സ്തുതിക്ക് ജീമാറാകണമേ. വശോവകുലസുബാൻ ലവൽ മേ ആമേൻ ബാരേക്കമോ. വന്ധ്യവൃദ്ധ പ്രേയസിതാനൊരു മാതാവാകാൻ സ്കറിയാകെ നിന്നും യാചന അനിശമുയർന്നോ. ധാർമ്മികർ ചെയ്യും പ്രാർത്ഥനയേതും പാഴാവില്ല. കിഴവിക്കുണ്ട ഗർവമതെന്നായി ചൊന്നാൻ ദൂതൻ. അത്ഭുതവചനം കേട്ടതിലുളവ സന്ദേഹത്താൽ സുതജാതം വരെ വാരിതമായി സ്കറിയാനാവും
തന്നാത്മജ വഴി കാട്ടാനിവനെ നൽകിയ നാദ നിൻഹിതമതുപോലെങ്ങളെ സുതനോടെ സഭയിൽ കാക്ക. ഹബീബായ് എന്റെ വാത്സല്യങ്ങളുടെ കർത്താവിന്റെ പൗരികാരം നൽകുന്ന ഒരു പീഠത്തിൽ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാ പരിശുദ്ധമായ തൃത്വത്തിന്റെ കൃപയ്ക്ക് കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോകുവിൻ. ദൂരസ്ഥ സമീപസ്ഥലം ജീവനുള്ള ഒരു മരിച്ചുപോയ നമ്മുടെ കർത്താവിന്റെ വിജയശ്രീമായ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും പരിശുദ്ധ മാമോദീസ്വര റൂസ്മിയാൽ മുദ്രയിടപ്പെട്ടവരും ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും. നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കും. ഞങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യും. ഞങ്ങളോ ബലഹീനരും പാപികളും ദാസനമാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ കന്യ സഹായവും പ്രാപിക്കുവാൻ സംഗതിയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലേ പോകുവിൻ. നാൾ തോറും ബലഹീനരായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവേ. അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാ.